ഇന്നലെ രാഹുൽ ഗാന്ധി ഇന്ത്യയോട് വിളിച്ചു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇസ്ബാക്ക്, അത് ഇന്ത്യക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ഒരു ഇന്ത്യയെ സംബന്ധിച്ചത് പ്രതിപക്ഷത്തെ ഉള്ള ആളുകളെയൊക്കെ എസ്പെഷ്യലി ഫോക്കസ് ചെയ്യുമ്പോൾ അത് വളരെ പുതുമയാർന്നൊരു കാര്യമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് കാലമായിട്ട് വരുന്നു. രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് വോട്ടുകളിൽ ദുരൂഹതയുണ്ട്, 40 ലക്ഷത്തോളം വോട്ടിൽ ദുരൂഹതയുണ്ട്. അതേപോലെ തന്നെ 1 ലക്ഷം വോട്ട് പ്രത്യേകം അദ്ദേഹം എടുത്ത് കണക്കുകൾ തിരിച്ചു പറയുന്നു, അത് വ്യാജ വോട്ടുകളാണ്. വ്യാജ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വിധമുള്ള കാര്യങ്ങളാണ് തെളിവുകൾ സഹിതം പറഞ്ഞിട്ടുള്ളത്. പുതുമയുള്ള കാര്യമല്ലെങ്കിൽ പോലും ഇത്തരം തെളിവുകൾ ഉന്നയിച്ചുകൊണ്ട്, അതും പവർ പോയിന്റ് പ്രസന്റേഷനൊക്കെ വെച്ച് വളരെ സോളിഡ് ആയിട്ടുള്ള തെളിവുകളോടെയാണ് ഇത് ഇന്ത്യക്ക് മുന്നിൽ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വന്നൊരു സമയത്ത് നമ്മൾ വളരെ വളരെ സീരിയസ് ആയിട്ട് ശരിക്കും ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യവും വോട്ടെടുപ്പ്, തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്ന ഒരു പ്രക്രിയയും മനസ്സിലാക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സമരങ്ങളും ചർച്ചകളും ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഫസ്റ്റ് തോട്ടായിട്ട് ഷെയർ ചെയ്യാനുള്ളത്? രാഹുൽ ഗാന്ധി 2-3 ദിവസം മുമ്പാണ് പറയുന്നത് ഒരു ആറ്റം ബോംബ് ഉണ്ട് കയ്യിൽ എന്നുള്ളത്, പൊട്ടിക്കാൻ. അത് ഒരു ഭീഷണി കൂടിയായിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ പല തരത്തിലുള്ള നടപടികളോടുള്ള ഒരു ഭീഷണിയായിരുന്നു. ഇത് വലിയ ചർച്ചയാകും എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ടായിരിക്കില്ല അദ്ദേഹം ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പം ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഏത് വിഷയത്തിലുള്ള ഒരു നിസ്സംഗഭാവവും മൗനവും ഒക്കെയാണ്. എത്ര കാലം ഇതിങ്ങനെ ഈ ഒരു വിഷയത്തെ കത്തിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളത് മറ്റൊരു വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ഓരോ ഇലക്ഷൻ കഴിയുന്ന സമയത്തും EVM-ആയിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അലിഗേഷൻസ് ഇതേപോലെ വരാറുണ്ട്, പലതരത്തിലുള്ള ആരോപണങ്ങൾ വരാറുണ്ട്. ആ ആരോപണങ്ങൾക്കൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ ഒരു പ്രശ്നത്തെ വളരെ കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ വ്യക്തമായി ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ നമ്മളത് മനസ്സിലാക്കുന്ന സമയത്ത് ഇതിൻ്റെ അനുരണനങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. VS സുനിൽകുമാർ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ട് അത് മുമ്പേ വന്നിട്ടുള്ള ഒരു ആരോപണമാണ്. ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് വോട്ടുകൾ ചേർക്കുകയും അവിടെ അത് വലിയൊരു രീതിയിലുള്ള വോട്ട് മറിയാൻ കാരണമായി എന്ന് കുറേ മുമ്പ് തന്നെ ലോക്സഭാ ഇലക്ഷന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നായിരുന്നു. ഇന്നിപ്പം ഈ ഒരു വാർത്ത പുറത്തു വന്നതോട് കൂടിയിട്ട് അന്നത്തെ അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായിരുന്ന VS സുനിൽകുമാർ ഈ ഒരു വിഷയത്തെ നമ്മളെ കൂടി ബാധിച്ചിട്ടുണ്ട്, തൃശ്ശൂരും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക്, അതായത് ഇത് വേറെ ഏതെങ്കിലും മറ്റുള്ള ഒരു പ്രദേശത്തോ യൂണിവേഴ്സിലോ നടക്കുന്ന കാര്യമല്ല, നമ്മളെ കൂടി ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അതെ, കേരളത്തിനെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഇത്തരത്തിലുള്ള സാധ്യതകളെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വോട്ടിംഗ് മെഷീൻ എന്നുള്ളത് മാറ്റിവെച്ചിട്ട്, അത് പലപ്പോഴും വലിയൊരു ചർച്ചയായിട്ട് വരാറുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ എന്നുള്ളത് മാറ്റിവെച്ച് വോട്ടേഴ്സിൽ കൃത്രിമം കാണിക്കുക എന്നുള്ള ഒരു രീതിയിൽ പലപ്പോഴും ഇത് ഏതൊരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഇത് ഉന്നയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബീഹാറിലെ ലക്ഷക്കണക്കിന് വോട്ടർമാർ പലപ്പോഴും ഈ ഒരു ഫിൽട്രേഷൻ്റെ ഭാഗമായിട്ട് പുറത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇലക്ഷൻ കമ്മീഷൻ അത്രയും ക്ലിയർ ആയിട്ട് ഇത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴാണ് രാഹുൽ ഗാന്ധി ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരും. അതെ, ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിലൊക്കെ ആ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ ഒരു അപ്രോച്ച് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ അപ്രോച്ചിലൂടെ പറയാൻ ശ്രമിക്കുന്നത് വെച്ചാൽ, ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായി വിശ്വാസ്യത കൂടുതൽ ഉറപ്പാക്കാനാണ് ഇത്തരത്തിൽ ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുകയും ഇത്രയും ഫിൽട്രേഷനൊക്കെ നടത്തുന്നത് അത് കൂടുതൽ അക്യുറേറ്റ് ആക്കാനാണ് എന്ന രീതിയിലേക്ക് പറയുമ്പോഴാണ് നിങ്ങളുടെ ലക്ഷ്യം അതല്ല, നിങ്ങൾ ഈ നടത്തുന്ന എല്ലാ പ്രക്രിയയിലും നിങ്ങളുടെ ലക്ഷ്യം മറ്റു ചിലതാണ് എന്ന് കാണിക്കും വിധം രാഹുൽ ഗാന്ധി തെളിവുകൾ പുറത്തേക്ക് ഇടുന്നതാണ്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ കേരളത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോഴും ഇത് ഇതൊരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു വീര്യം കുറച്ച് കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലൊക്കെ എസ്പെഷ്യലി കേരളത്തിലാണെങ്കിൽ, ഇപ്പോൾ UP-യിലാണെങ്കിൽ പോലും, ഇപ്പോൾ UP-യിലൊക്കെ സമാജ്വാദി പാർട്ടി വളരെ സ്ട്രോങ് ആണ്. അടിത്തട്ടിൽ ബൂത്ത് ലെവൽ വരെ ആളുകളെ ഫിൽട്ടർ ചെയ്യാനും ആളുകളെ ഒബ്സർവ് ചെയ്യാനും ആളുകളെ പിന്നാലെ നടക്കാനും വോട്ടർ പട്ടിക പരിശോധിക്കാനും പറ്റുന്ന തരത്തിൽ പ്രവർത്തകരുള്ള സ്ഥലത്ത് ഒരു പരിധി വരെ സേഫാണ്. ആ സേഫ് ആയതുകൊണ്ടാണ് ഇപ്പോൾ EVM അലിഗേഷൻ വരുമ്പോഴും UP-യിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നമ്മൾ സീറ്റിൻ്റെ ഒരു വേരിയേഷൻ കാണുന്നത് വലിയ രീതിയിലാണ്. സമാജ്വാദി പാർട്ടി, അതേപോലെ തന്നെ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാൽ BJP-യോട് കടപിടിക്കാൻ പറ്റുന്ന അത്രത്തോളം സീറ്റുകൾ വാരിക്കൂട്ടി എത്തി. UP-ആണ്, നമ്മൾ ആലോചിക്കണം,
UP എന്ന് പറയുമ്പോൾ രാമക്ഷേത്രം ഉണ്ടാക്കിയ സ്ഥലമാണ്, അത്രയും വലിയ കലാപങ്ങൾ ഉണ്ടാക്കിയ സ്ഥലമാണ്. യോഗി ആദിത്യനാഥ് അത്രയും കാലം വിഷം വമിപ്പിക്കുന്ന സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടെ അത്ര വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അട്ടിമറിയെ തടയാൻ പറ്റുന്ന പാർട്ടി സംവിധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതില്ലാത്തത് കൊണ്ടാവണം കുറച്ച് തീവ്രമാണ് പ്രശ്നം. തീവ്രം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളെയാണ് വ്യാജ വോട്ടർമാരായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്ക് അത് നമുക്ക് കാണിച്ചിരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യേണ്ട, ഈ നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങളെ ശ്രദ്ധപൂർവ്വം ഓരോ പൗരന്മാരും അവലോകനം ചെയ്യുകയും ഓഡിറ്റ് ചെയ്യുകയും ചെയ്യേണ്ട അനിവാര്യത കാണിച്ചിട്ടുണ്ട്. കാരണം അത് നടന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടക്കും. ആ അട്ടിമറികളിലൂടെ നമ്മുടെ നാട്ടിൽ പോലും വേണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മളൊരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ നമ്മളൊരു നിരീക്ഷണം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോലും അത്തരം അട്ടിമറികൾ നടത്താനുള്ള ശ്രമം അവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. കേരളം ഇനി ഒരു ഇലക്ഷനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇലക്ഷനെ നേരിടാനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇവിടെയും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ രീതിയിൽ വോട്ടർ പട്ടിക പരിശോധിച്ച് ഇരട്ട വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് പറയുന്നത് കേരളത്തിൽ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്, രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന ആരോപണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യത്യസ്ത വോട്ടർ റോളുകളിൽ ഒരേ വോട്ടർമാർ കയറി വരുന്നത്. വ്യാജന്മാര് വരുന്നതിന്റെ പല രൂപങ്ങളിൽ ഒന്നതാണ്. രണ്ടാമത്തത്, വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ, അതായത് സമത് കേരളത്തിലാണുള്ളത്, കർണാടകയിലും ഗുജറാത്തിലും സമതിന്റെ പേരിൽ വോട്ടർ ഉണ്ടാവുകയാണ്. അത് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായ ഒരു വ്യക്തിയുടെ പേര് സ്ക്രീനിൽ വിട്ട് മാത്രം ആ വ്യക്തി ഏതൊക്കെ മണ്ഡലങ്ങളിലുണ്ട്, ഏതൊക്കെ ബൂത്തുകളിലുണ്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ട് എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇതിനെ എതിർക്കാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട് എങ്കിൽ ഇനി ചെയ്യാനുള്ളത് ആ മുമ്പത്തെ മുഴുവൻ വോട്ടേഴ്സ് ലിസ്റ്റും ആ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാം. മിക്കവാറും അതിന് സാധ്യതകൾ. പക്ഷെ അത് റിമൂവ് ചെയ്തിട്ടും കാര്യമില്ല, കാരണം അത് സോളിഡ് എവിഡൻസ് ആയിട്ട് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. BJP പോലും അതിനെ ഇതാണ് കൃത്രിമം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, അഡ്രസ്സ് ഇല്ലാത്ത ആളുകളും അതോടൊപ്പം തന്നെ അഡ്രസ്സിന്റെ സ്ഥാനത്ത് 0 ഇട്ടിട്ടുള്ള ആളുകളും. അത് വളരെ കോമഡിയാണ്. അഡ്രസ്സിന്റെ സ്ഥാനത്ത് 0, പിന്നെ ഈ അച്ഛന്റെ പേരിലോടുത്ത് നമ്മൾ വെറുതെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ടൈപ്പിംഗ് മെഷീൻ കീബോർഡിൽ ജസ്റ്റ് ഇങ്ങനെ വിരലിട്ട് അനക്കിയാൽ വരാവുന്ന അക്ഷരങ്ങളല്ല, FDHS ORE എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങൾ മാത്രം അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആളുകൾ, ഒരേ ഫോട്ടോയുള്ള ഒരുപാട് ആളുകൾ, ഒരേ പേരുള്ള ഒരുപാട് ആളുകൾ, ഒരേ ആൾ തന്നെ മീൻസ് ഡീറ്റെയിൽസിന് കുഴപ്പമില്ല, ഇപ്പോൾ ഒരാൾ തന്നെ പല ബൂത്തിൽ, പല മണ്ഡലത്തിൽ, പല സംസ്ഥാനങ്ങളിൽ. അതായത് വളരെ വലിയൊരു ആസൂത്രിതമായി, ഇത് ചില ആളുകൾ ആസൂത്രിതമായി ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്നൊരു സംശയമില്ലാത്ത വിധം ഉള്ള ഫേക്ക് ആയിട്ടുള്ള ഐഡിയകളാണ്. ഇത് ആര് ചെയ്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നെ എന്നുള്ളതാണ് നെക്സ്റ്റ് ചോദ്യം. അത് ചില തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കബളിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ ചെയ്തതാണോ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ തന്നെ ഒത്താശയിൽ ചെയ്ത കാര്യമാണോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ സ്റ്റിൽ രണ്ടാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അവർ ക്വസ്റ്റ്യൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്, കാരണം ചോദ്യത്തിന് മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. കാരണം അവരെ സംബന്ധിച്ച് അവരെ കബളിപ്പിച്ച് ചെയ്താണെങ്കിൽ ഇത്രയും വലിയ റിഗ് 1 ലക്ഷത്തിലധികമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ വ്യക്തമായ വ്യാജ വോട്ടുകൾ, 40 ലക്ഷത്തോളം വോട്ടുകൾ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 1 ലക്ഷം മാത്രം എടുക്കാം. ഈ 1 ലക്ഷം വോട്ടുകൾ, അത്രയും വോട്ടുകൾ കബളിപ്പിക്കപ്പെട്ട് വ്യാജമായി ചേർക്കപ്പെട്ടുവെങ്കിൽ ഇവർക്ക് എന്താണ് പണി? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് വേറൊരു ജോലി അവർക്കില്ല. ആകെ തെരഞ്ഞെടുപ്പിനെ വ്യക്തമായി മോണിറ്റർ ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന കാര്യം മാത്രമേ അവരെ സംബന്ധിച്ച് അവരുടെ ഡ്യൂട്ടി ആയിട്ടുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ഈ ഡാറ്റ നേരെ ശേഖരിക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക, അതിനെ ആ രീതിയിൽ സെക്യൂർ ആയിട്ട് വെക്കുക എന്നുള്ളത്. അതിന് കഴിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ ഉത്തരവാദിത്തരാഹിത്യമാണ് അവർ പ്രവർത്തിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ആ ഫോഴ്സിൽ തന്നെ ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ സ്ഥാനം തെറിപ്പിക്കും വിധം തന്നെ പ്രവർത്തിക്കാനുള്ള ഗുരുതരമായിട്ടുള്ള തെറ്റ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ്. ഇവിടെ വേറെ വിഷയം കൂടി ഉണ്ട്. നമ്മൾ ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് രാജ്യങ്ങളിൽ ഒന്ന് എന്നുള്ള രീതിയിലാണ്. പലപ്പോഴും ഡെമോക്രസി നിലനിൽക്കുന്നതിൽ ജനങ്ങൾക്കുള്ളൊരു വോയിസ് ഉള്ള ഏരിയയാണ് ഈ വോട്ട് എന്ന് പറയുന്നത്. അവിടെ കൃത്രിമം നടക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഡെമോക്രസിക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുവെന്നും ഉള്ളൊരു ചോദ്യം ലോകരാജ്യങ്ങളിൽ നിന്ന് ഉയർന്നു വരാനുള്ള സാധ്യതകൾ പലപ്പോഴും ഉണ്ട്. ഇവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് ബാംഗ്ലൂരിലെ മാത്രം, അതായത് കർണാടകയിലെ മാത്രം കണക്കുകൾ എടുത്തിട്ട് ബാംഗ്ലൂർ സെൻട്രൽ, മഹാദേവപുര, ഇവിടത്തൊക്കെ കണക്കുകൾ എടുത്തിട്ട് രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ആകെ 6 ലക്ഷം വോട്ടുള്ളിടത്ത് 6.58 വോട്ടിന് BJP ജയിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ വരെ
ഇത്തരത്തിലുള്ള അതായത് ശരിക്കും ഇത് നോക്കുമ്പോൾ ഇപ്പോൾ ലാസ്റ്റും കുറേ രാഷ്ട്രീയ നിരീക്ഷകൻ പറഞ്ഞൊരു കാര്യമായിരുന്നു. അതായത് ഒരുപാട് മണ്ഡലങ്ങളിൽ വളരെ ചെറിയ വോട്ടുകൾക്ക് BJP ജയിക്കുന്ന അല്ലെങ്കിൽ NDA സഖ്യകക്ഷി ജയിക്കുന്ന ഒരു പാറ്റേൺ. അന്ന് 2000 വോട്ടുകൾ, 3000 വോട്ടുകൾ, വളരെ ചെറിയ വോട്ടുകൾ, അതായത് 10,000-ന് താഴെയുള്ള വോട്ടുകളിൽ ലോക്സഭ ഇലക്ഷനൊക്കെ 10,000-ൽ താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ ഒരുപാട് സ്ഥലത്ത് ഒരൊറ്റ പാർട്ടി ജയിക്കുക എന്ന് പറഞ്ഞാൽ സിംപ്ലി ആ ഡാറ്റന്റെ ക്വസ്റ്റ്യനുകൾ ആണ്, അല്ലെങ്കിൽ ആ ഡാറ്റന്റെ പ്രശ്നമാണ്. അന്ന് വളരെ കൃത്യമായിട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ മറ്റൊന്നും ഉണ്ടായിരുന്നു. ഈ വോട്ടെണ്ണൽ സമയത്ത് എണ്ണം വരികയും മറ്റുള്ള സമയത്ത് പിന്നെ കുറച്ച് ഡാറ്റ ഡിസ്പ്യൂട്ട് മാറ്റി വരുന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ശരിക്കും അത് ലാസ്റ്റ് ഒരുപാട് ഉത്തരം പറയാൻ പ്രയാസപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അത്. ഈ ഡാറ്റയിലുള്ള ഡിസ്പ്യൂട്ട് ആദ്യം പറയുന്നു ഇത്ര വോട്ടുകളാണ് രേഖപ്പെടുത്തുന്നത്, പിന്നെ പറയുന്നു പിന്നെ പുറത്തേക്ക് വിടുന്ന സമയത്ത് വോട്ട് രേഖപ്പെടുത്തപ്പെട്ടതിൽ വരുന്ന എണ്ണത്തിന്റെ വ്യത്യാസം. ശരിയാണ്, ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളൊക്കെ അവിടെ എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനൊക്കപ്പുറം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ പോലെയുള്ള ഫാസിസം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ രീതിയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ അതിൻ്റെ സൗകര്യങ്ങളെ അടിസ്ഥാനങ്ങളെയൊക്കെ ഹൈജാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും അത് നടക്കുന്നു എന്നുള്ളതിനുള്ള തെളിവുകളായിട്ട് പലപ്പോഴും ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എടുത്ത് ഉന്നയിക്കുകയും ചെയ്യാറുണ്ട്. ഇതൊരു അസംഷനാണെങ്കിൽ അതിനെ ഉറപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള സംസാരങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തേത്, ഒരു ഇലക്ഷൻ കമ്മീഷൻ എപ്പോഴും സുതാര്യമായിരിക്കണം. ഇലക്ഷൻ എന്ന് പറയുന്നത് ഏത് സമയത്തും സുതാര്യമായ സംഗതിയിലൂടെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. EVM ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ കൃത്യമായ നിർദ്ദേശമുണ്ട്, ഇത്ര കാലം VVPAT സൂക്ഷിക്കണം എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കെ തന്നെ കോടതി ചോദിക്കുന്ന സമയത്ത് VVPAT നശിപ്പിച്ചു എന്ന് പറയുന്ന മറുപടി പലപ്പോഴും വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധാരണ ഒരു മനുഷ്യന് സുതാര്യമായ രീതിയിലല്ല നടക്കുന്നത് എന്നുള്ള ചിന്ത ഉണ്ടാക്കാൻ, അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നു എന്നുള്ള അഭിപ്രായത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഇതിൻ്റെ ഒരു സുതാര്യതയെ ഇല്ലാതെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ആ സംശയം അരക്കെട്ടുറപ്പിക്കുകയും ചെയ്യാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ. ആ സംശയത്തിന്റെ നിലയിൽ നിന്ന് അവർ മാറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ തിരിച്ചു പറയാനോ ഉത്തരങ്ങൾ പറയാനോ അവർക്ക് കഴിയുന്നില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഈ പറയുന്ന ആളുകളുടെ ക്രെഡിബിലിറ്റി തകർക്കുക എന്നുള്ള രീതി മാത്രമാണ്. അതാണ് BJP ചെയ്തു കൊടുക്കുന്നത്. ഇനിയിപ്പോ ചിലപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലും നടപടികൾ വരെയായിരിക്കും, അവിടുത്തെ റെസ്പോൺസ് അതായിരിക്കും. ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ നഷ്ടപ്പെട്ടു വെച്ചപ്പോൾ ലാസ്റ്റ് ഏറ്റവും അവസാനം ഇലക്ഷൻ കമ്മീഷന്റെ ചീഫിനെ നിയോഗിക്കേണ്ടത് ആരാണ് എന്ന നിയമത്തിൽ വരുത്തിയ ഭേദഗതി, അത് മുന്നേ അത് നിശ്ചയിക്കേണ്ട ആളുകളിൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു, പിന്നെ ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. വളരെ നിഷ്പക്ഷമായിട്ടുള്ളൊരു പാനലാണ്. കാരണം ഭരണപക്ഷത്തിന്റെ പൊസിഷനിൽ ഒരാളുണ്ട്, പ്രതിപക്ഷത്തിന്റെ പൊസിഷനിൽ ഒരാളുണ്ട്, ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന നിഷ്പക്ഷനായിട്ടുള്ള ആളുണ്ട്. അതിന് നേരെ മാറ്റിയിട്ട് എന്ത് ചെയ്യാണ്, ചീഫ് ജസ്റ്റിസ് എന്നുള്ള ഒരാളെ അവിടുന്ന് മൊത്തത്തിൽ എടുത്ത് മാറ്റിയിട്ട് പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് പോസ്റ്റിലുള്ള ഒരാളും എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, ആ പോസ്റ്റിനെ മാറ്റുകയാണ്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന നിഷ്പക്ഷമായി ഇന്ത്യയിൽ നിലനിൽക്കേണ്ട ഒരു സംവിധാനത്തിന്റെ ചീഫിനെ സെലക്ട് ചെയ്യുന്നത് ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുള്ളൊരു പാനലാണ്. പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കുന്ന ഒരു ക്യാബിനറ്റ് പദവിയുള്ള ഒരാൾ എന്ന് പറഞ്ഞ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയുടെ ആൾ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ആൾ എന്നാണല്ലോ അർത്ഥം. ഭരണപക്ഷമാണ് തീരുമാനിക്കുന്നത് ആരാണ് ഈ നിഷ്പക്ഷമായിട്ടുള്ള സമിതിയുടെ പാനൽ ടോപ്പിൽ ആരാ വരുന്നത്. മുന്നേ അങ്ങനെ ആയിരുന്നില്ല. അവിടെ മുതൽ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ആ വിശ്വാസ്യത നഷ്ടം തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീടുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയാതിരിക്കുകയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളെ പോലെ പലപ്പോഴും പെരുമാറുന്നത് നമ്മൾ പല സന്ദർഭങ്ങളിലും ഇതിന് ശേഷമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചീഫായിട്ടുള്ള ആള് ഇറങ്ങിപ്പോവുകയും രാജിവെക്കുകയും ചെയ്യുകയും ശേഷം ഇത്തരം ഒരു പാനൽ ആ ഒരു സ്ഥാനത്തേക്ക് ഒരാൾ നിർദ്ദേശിക്കുകയും അതിനുശേഷമാണ് ഈ പറഞ്ഞൊരു ഒരു പാറ്റേണിലേക്ക് അവരുടെ പ്രതികരണങ്ങൾ മാറുകയും ചെയ്തതാണ്. അതെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് സുതാര്യമായിരിക്കണം. ആ സുതാര്യത വ്യക്തമാക്കേണ്ടത്, സുതാര്യമാണ് എന്ന് പറയേണ്ടത് അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷന്റെ ബാധ്യതയാണ്. ഇതിപ്പോൾ ഇങ്ങനൊരു പ്രശ്നം രാഹുൽ ഗാന്ധി ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് ഇലക്ഷൻ റദ്ദാക്കപ്പെടുമെന്നുള്ളൊരു വിചാരമൊന്നും ആർക്കും ഉണ്ടാകേണ്ടതില്ല. ഇത് ഒരു വാണിംഗ് കൂടിയാണ്. ഇനിയുള്ള ഇലക്ഷനുകളിൽ കൃത്യമായ രീതിയിലുള്ള സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇതുപോലെ ജനമധ്യത്തിൽ
വിചാരണ ചെയ്യപ്പെടും എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കണം രാഹുൽ ഗാന്ധി ഇത് നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പോലും ഇത് ഏറ്റെടുക്കുമോ, അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ഇപ്പോൾ ഇത് പ്രതിപക്ഷം വേണ്ട വിധം ഏറ്റെടുക്കുമോ, രാഹുൽ ഗാന്ധി ഒറ്റപ്പെടുമോ എന്നുള്ള സാധനം. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിന്റെ മുഴുവൻ സഖ്യത്തിന്റെയും ഉത്തരവാദിത്വമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഏറ്റെടുക്കുന്നത്. ആക്ച്വലി ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിലൊരു മാറ്റം വരാത്തതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലെ ഇത്തരം അലിഗേഷൻസ് ഒക്കെ മാറ്റിവെക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം വേണ്ട വിധം പ്രതികരിക്കുന്നില്ല. എത്ര പ്രശ്നങ്ങളാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യൻ തുടങ്ങി അതൊരാൾ ഏറ്റെടുക്കാനില്ലാതെ അവസാനിപ്പിച്ചു പോയത്. ഇപ്പോൾ ഇതിനു മുമ്പത്തെ ഇലക്ഷനിൽ ചൗക്കിദാർ ചോർഹെ അഥവാ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി കള്ളനാണെന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഒരുപാട് തെളിവുകൾ പറയാൻ ശ്രമിച്ചു, ഒരാളൊപ്പം കൂടിയില്ല. അതേപോലെ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തി, അത് 2 തവണ നടത്തി. ആ 2 യാത്രകളിലും അദ്ദേഹം ഒറ്റക്കായിരുന്നു. അതേപോലുള്ള ഓരോ വിഷയങ്ങൾ, സത്യപാൽ മല്ലിക് എന്ന് പറയുന്ന ജമ്മു കാശ്മീരിന്റെ ഗവർണർ, അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ പുൽവാമ ആക്രമണത്തെ പറ്റിയിട്ടുള്ള വളരെ വളരെ വലിയൊരു വാർത്ത, അത് വേറെ ഏത് രാജ്യത്താണെങ്കിലും ആ പ്രധാനമന്ത്രിയെ അവിടുന്ന് ഇറക്കാൻ മാത്രം സ്ട്രെങ്ത് ഉള്ള BJP-കാരനായിരുന്ന BJP-കാർ നിർദ്ദേശിച്ച ഗവർണറായിരുന്ന സത്യപാൽ മല്ലിക് പറഞ്ഞ അത്രയും ഗൗരവപരമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പ്രതിപക്ഷം ഒരാളെ ഏറ്റെടുക്കല്ല, അത് ചെറുതായിട്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം വേണ്ടത് ഏറ്റെടുത്തുള്ള അഭിപ്രായം എനിക്കില്ല. അഥവാ ഒരാൾ മാത്രമോ അല്ലെങ്കിൽ ആരുമോ ഏറ്റെടുക്കാതെ പോകുന്ന അനേകം പ്രശ്നങ്ങളാണ് ആക്ച്വലി ഇന്ത്യയിൽ ഈ പ്രതിപക്ഷത്തിന്റെ വളർച്ചയ്ക്ക് തടയിടുന്നതോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഭരണത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നതായിട്ടൊരു കാരണം അവിടെയാണ്. അവിടെ പ്രതിപക്ഷ ഐക്യത്തോടു കൂടി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് അപ്പുറം അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇതുവരെ പ്രതികരിക്കാത്തതൊക്കെ മാറ്റിവെച്ചാൽ പോലും ഈ ഒരു വിഷയമെങ്കിലും ഏറ്റവും സീരിയസ് ആയി ഫോക്കസ്ഡായി ഏറ്റെടുത്ത് അത് അടിത്തട്ടിൽ ആളുകളെ ബോധ്യപ്പെടുത്തും വിധം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. സാധാരണ രീതിയിലുള്ള ഒരു വാർത്ത പോലെ ഇതും മുന്നോട്ട് പോവുക മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിലേക്കൊരു കാര്യമായി ഡെവലപ്ഡ് ആവും തോന്നുന്നില്ല. തീർച്ചയായും അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇതിനോട് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്നല്ല, വരാൻ പോകുന്ന ഏറ്റവും അടുത്ത രാജ്യം നേരിടാൻ പോകുന്ന, അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിലും കൂടിയിട്ട് നേരിടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ്. അത് ഈ അടുത്ത് രാജിവെക്കപ്പെട്ടു. പക്ഷെ അവിടേക്ക് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിക്ക് വളരെ കൃത്യമായ ചില പ്ലാൻസ് ഉണ്ട്. എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു രീതി ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരാക്കം കൂട്ടാൻ കൂടി ഈ ഒരു ആരോപണങ്ങളും ഈ വിഷയങ്ങളും സഹായിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെയും അദ്ദേഹത്തിന്റെ രാജിയിലുള്ള ദുരൂഹതയും എന്തായിരിക്കാം അവരുടെ ഉദ്ദേശം എന്നുള്ള മീൻസ് രാജി അവിടെ വെപ്പിക്കണമെങ്കിൽ അതും ഒരു നിലക്കും രാജിവെക്കാൻ സാധ്യതയില്ലാത്തൊരു മനുഷ്യൻ അവിടെ രാജിവെക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റേ സൈഡിലും അതിൻ്റെതായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാവാം. പക്ഷെ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ആയിരിക്കാം ഇത്തരത്തിലുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായൊരു സന്ദേശം നൽകുകയാണ്. ഇനിയും ഈ രീതിയിൽ പോകാനാണ് ഭാവമെങ്കിൽ നിരന്തരം ജനങ്ങൾക്ക് മുമ്പിൽ ഈ വിഷയവുമായി വരേണ്ടി വരും. ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ ആയിട്ട് ഇത്ര കൃത്യമായിട്ട് ഒരാള് പറയുന്നത്, ഇത്രയും ഡാറ്റയോട് കൂടിയിട്ട് പൊതുമധ്യത്തിൽ പറയുന്നത്. എന്താ വെച്ചാൽ ഇപ്പൊ ഇതില് ജനങ്ങള് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയയിൽ ജനങ്ങൾക്ക് അവിശ്വാസം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വെച്ചാൽ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒക്കെ ബാധിക്കും. ടോട്ടൽ ഇന്ത്യന്റെ കണ്ടീഷൻ തന്നെ അത് മൊത്തത്തിൽ അതെ. അത് ഇപ്പൊ പാകിസ്ഥാൻ പോലെ ഈ ഒരു ഇന്റേണൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രാജ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ വിശ്വാസ്യതയുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും പരസ്പരം അംഗീകരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ എത്ര വലിയ രാഷ്ട്രീയമായിട്ടുള്ള സംവാദങ്ങൾ നടന്നാലും, രാഷ്ട്രീയമായ യുദ്ധങ്ങൾ നടന്നാലും, രാഷ്ട്രീയമായി ഇപ്പോൾ മറ്റു രാജ്യങ്ങളെ പോലെ അല്ലല്ലോ ഇന്ത്യയുടെ രാഷ്ട്രീയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാർട്ടികളും 1-2 സഖ്യങ്ങൾക്ക് അപ്പുറം ഒരുപാട് പാർട്ടികളും ഒരുപാട് ഐഡിയോളജീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണല്ലോ. അവിടെയൊക്കെ എല്ലാവരും എലക്ഷൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എലക്ഷൻ അംഗീകരിക്കാത്തൊരവസ്ഥ ഇന്ത്യക്കാർക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം എത്രയോ രാജ്യങ്ങൾ നിലവിലുണ്ട്. ഒരു ടീം, ഒരു പാർട്ടി അധികാരത്തിലേറുന്നു, ആ അധികാരത്തിലേറുന്നതിന് മറ്റു പാർട്ടികൾ അംഗീകരിക്കാതിരിക്കുന്നു, അവരെ ഇവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നു, പട്ടാളം അട്ടിമറി നടക്കുന്നു. ഇങ്ങനത്തെ ഒരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകളും ഇന്ത്യ ഇല്ല. ഈ പ്രശ്നങ്ങളിലേക്കാണ് എന്ത് ചെയ്യുക, തെരഞ്ഞെടുപ്പിലെ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്നവരല്ല ജയിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് അടിത്തട്ട് മുതൽ മനസ്സിലായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇതല്ല. അപ്പോൾ അത് ഭരണപക്ഷം പോലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ ഒരു 150 കോടി ജനങ്ങളാണ്. അത് 150 പോരാന്നുള്ളതാണ്, സെൻസസും നടന്നിട്ടില്ല, നമുക്കറിയില്ല. 150-200 ഇടയിലാണ് ജനസംഖ്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള അത്രയും
പാക്ക്ഡായി ജീവിക്കുന്ന അത്രയും ജനസംഖ്യ സാന്ദ്രതയുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് അത്ര ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ശരിക്കും ഭരണപക്ഷത്തിൻ്റെ കൂടി വളരെ എന്താ പറയുക ഗൗരവമായിട്ടുണ്ടാവേണ്ട ഒരു അജണ്ടയാണെന്നുള്ളതാണ്. എന്താണെങ്കിലും വളരെയധികം ശ്രദ്ധയോടുകൂടിയും ജാഗ്രതയോടുകൂടിയും ഇടപെടേണ്ട വിഷയമാണ്. ഇതിൻ്റെ തുടർചലനങ്ങൾ എന്തുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഏതായാലും നല്ല ശുഭകരമായ ഒരു പര്യവസാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.